ഹലോ എവരിവൺ. മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ബോഡിക്കും മൈൻഡിനുമൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. വളരെ പുരാതന കാലം മുതലേ ഉള്ള ഒരു പ്രാക്ടീസ് ആണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്നും മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണോ കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബ്രെയിനിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് മൂലം ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു 20 വർഷത്തോളമായിട്ടുള്ള പഠനത്തിന്റെ ഫലമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. EEGയുടെയും സ്ട്രക്ചറൽ MRI പോലുള്ള ടെക്നിക്സുകളുടെ ആവിർഭാവത്തോടു കൂടിയാണ് ബ്രെയിനിൽ മെഡിറ്റേഷന്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇൻക്രീസ് ഗ്രേ മാറ്റർ. നിങ്ങൾ സ്ഥിരമായി ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ബ്രെയിനിലെ ഗ്രേ മാറ്ററിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഇമേജിംഗ് സ്റ്റഡീസിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ലേണിംഗ്, മെമ്മറി, ഇമോഷണൽ റെഗുലേഷൻ ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെ ഇതുമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയകളിലെ ഗ്രേ മാറ്ററിന്റെ അളവ് കൂടുന്നതിന് സ്ഥിരമായ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. സ്ട്രെങ്തൻ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്. നമ്മൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്താൽ അത് നമ്മളുടെ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഏരിയയെ സ്ട്രെങ്തൻ ചെയ്യും. ഇതുമൂലം നമ്മളുടെ അറ്റൻഷന്, അതുപോലെ തന്നെ മെമ്മറി, ലേണിംഗ്, കോൺസെൻട്രേഷൻ, ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള ഹയർ ആയിട്ടുള്ള ബ്രെയിൻ ഫങ്ഷൻസ് എല്ലാം കൂടാനായിട്ട് അത് സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതുമൂലം നമ്മളുടെ മെമ്മറി പവർ കൂടും, നമുക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും, അതോടൊപ്പം നമുക്ക് ലേണിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ, കൃത്യവും വ്യക്തതയും ഏറിയ ഡിസിഷൻ എടുക്കാനായിട്ടും ഒക്കെയും ഈ മെഡിറ്റേഷന്റെ സ്ഥിരമായ പ്രാക്ടീസ് മൂലം സാധിക്കും. ഇംപ്രൂവ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന്റെ റീവയർ ചെയ്യാനും ചേഞ്ച് ചെയ്യാനുമായിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസ് വരുമ്പോഴുള്ള കഴിവിനെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്ഥിരമായി നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമൂലം നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്ന വിവരങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രോസസ് ചെയ്യാനും നമ്മുടെ ഇമോഷൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെയും സഹായിക്കും എന്നുള്ളതാണ്. ബൂസ്റ്റ് ഡോപ്പമിൻ ആൻഡ് സെറട്ടോണിൻ. നമ്മൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്താൽ അതിന്റെ ഫലമായി നമ്മളുടെ ബ്രെയിനിൽ നിന്നുള്ള ന്യൂറോ കെമിക്കൽസ് ആയിട്ടുള്ള ഡോപ്പമിനും സെറട്ടോണിന്റെയും റിലീസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ഡോപ്പമിനും സെറട്ടോണിൻ എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുതരാൻ, നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷവും ഒരു ഇമോഷണൽ ഹെൽത്തിലേക്കൊക്കെ ലീഡ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. ഓൾട്ടേഴ്സ് ബ്രെയിൻ വേവ്സ്. നമ്മൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നത് മൂലം നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട്, അതോടൊപ്പം തന്നെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷനിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ഓൾട്ടർ ചെയ്യാനും മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട് എന്ന പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മളുടെ ബ്രെയിൻ വേവ്സ് ആയിട്ടുള്ള ഗാമ റേസിന്റെ എമിഷൻ കൂടുതൽ വരുന്നത് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സിനൊരു ശാന്തതയും സമാധാനവും, അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഒരു ഹയർ ലെവൽ ഓഫ് പെർസെപ്ഷന്, കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട്, പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ കൂട്ടാനായിട്ട് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഡിക്രീസ് സൈസ് ഓഫ് അമിഗ്ഡാല. നമ്മൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നത് മൂലം നമ്മളുടെ അമിഗ്ഡാല എന്ന് പറയുന്ന ബ്രെയിനിലെ ഒരു സ്ട്രക്ചറിന്റെ സൈസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുമൂലം നമ്മളുടെ സ്ട്രെസ്സിന്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് മൂലം നമ്മളുടെ ബ്രെയിനിൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനായാലും ഇമ്മ്യൂൺ സിസ്റ്റത്തിനായാലും ഒരുപാട് പ്രയോജനങ്ങൾ മെഡിറ്റേഷൻ കൊണ്ട് തരുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുമൂലം നമുക്ക് നമ്മുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുതരാനായിട്ട് അത് സഹായിക്കും. നല്ല ശീലങ്ങളിലൂടെ നല്ല ആരോഗ്യം നമുക്ക് നേടിയെടുക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.